വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ വിവാദങ്ങൾ കത്തിനിൽക്കെ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ആരംഭിച്ചു. അംഗങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് ഇന്നസെന്റ് ഇന്നലെ അറിയിച്ചിരുന്നതാണ്. ആക്രമണത്തിന് ഇരയായ നടി യോഗത്തിൽ എത്തുകയില്ല. ഒപ്പം മഞ്ജു വാര്യരും എത്തിയിട്ടില്ല. എന്നാൽ രമ്യ നമ്പീശൻ, വനിതാ കൂട്ടായ്മയിൽ അംഗമായ രമ്യ നമ്പീശൻ എത്തിയിട്ടുണ്ട്. മറ്റൊരു നടിയായ നവ്യ നായരും ഒക്കെ ജനറൽ ബോഡി യോഗത്തിന് എത്തിയിട്ടുണ്ട്. നിർണായകമായ വിവരങ്ങൾ എന്തൊക്കെയാണ് യോഗം ചർച്ച ചെയ്യുക, ഇത്യാദി വിവരങ്ങളാണ് നാം ഒക്കെ ആരായുന്നത്. സിബി ജോസഫ് ഒരിക്കൽ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. സിബി, ഇന്ന് രാവിലെ മുതൽ ജനറൽ ബോഡിക്ക് അമ്മയുടെ യോഗത്തിന് എത്തിയിട്ടുള്ള നടന്മാർ, നടിമാർ, ഇവരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്? ഹലോ സിബി, കേൾക്കാമോ? തീർച്ചയായും സിബി, അതായത് നടി ആക്രമിക്കപ്പെട്ട വിഷയം അജണ്ടയിലില്ലെന്ന് ഗണേഷ് കുമാർ പറയുന്നു. ഒരു നടനെ വെറുതെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോണുകൾ ഉയർത്തുന്ന ആരോപണത്തിൻ്റെ പേരിൽ ആ ആരോപണത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് വെറുതെ ഒരു നടനെ ക്രൂരമായി പീഡിപ്പിക്കരുത്. എന്നാൽ നടിയോട് ഉണ്ടായ ചില പരാമർശങ്ങൾ വിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇത്യാദി പ്രതികരണങ്ങൾ ഇന്നലെ മുതൽ എത്തുമ്പോൾ തന്നെ ഈ ഇന്നത്തെ യോഗത്തിനെത്തിയ നടന്മാരും നടിമാരും ഒപ്പം സ്ത്രീ കൂട്ടായ്മയുടെ ആൾക്കാരുമൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ യോഗം ഏതു വിധത്തിൽ പോകും എന്ന് നമുക്ക് നിരീക്ഷിക്കാനാകുമോ സിബി? തീർച്ചയായും അജിംഷാദ്, ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പറഞ്ഞത് ഈ യോഗത്തിൽ ഈ കാര്യം, നടിയുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തില്ല എന്നാണ്. പിന്നീട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഈ കാര്യമൊക്കെ സൂചിപ്പിച്ചു. എന്നാൽ നാളെ ഈ കാര്യം ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു പ്രത്യേക അജണ്ടയായി വെച്ചിട്ടില്ല, എന്നാൽ ഏതെങ്കിലും താരങ്ങൾ ആവശ്യപ്പെട്ടാൽ ചർച്ച ചെയ്യുമെന്നാണ്. അപ്പോൾ അതിൽ തന്നെ ഇവർ ഒരു അജണ്ട വിഷയമായി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ കാര്യം ചർച്ച ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. മാത്രമല്ല, ഇതിൽ ഇരുവിഭാഗം, ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും അതുപോലെ കൊച്ചി നടിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുമായി രംഗത്തെത്തുന്നവരും ഇരുകൂട്ടരും പറയുന്ന ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ്. സിനിമാ ലോകത്തുണ്ടായ ഒരു പ്രതിസന്ധി, ആ സിനിമാ ലോകത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരസംഘടന തന്നെ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണെങ്കിൽ ഒരു സംഘടന എന്നുവരെ ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് ചില താരങ്ങളെത്തി. മാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ നമുക്ക് ചില നടന്മാരുടെയും നടികളുടെയും പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവർ ചില ദിലീപിന് അനുകൂലമായ, അല്ലെങ്കിൽ ദിലീപിനെ തള്ളാതെ ദിലീപിനെ ഈ കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തെ അവർ അപലപിക്കുമ്പോഴും ദിലീപിനെതിരായ പരാമർശങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ദിലീപിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില നടിമാരുടെ ഭാഗത്തു നിന്നും ഈ നടിക്കെല്ലാം പിന്തുണ നൽകിക്കൊണ്ട് ഈ കാര്യം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും, ആരോഗ്യപരമായ ചർച്ച ഉണ്ടാകും, ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് രമ്യ നമ്പീശൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പുതിയ വുമൺ സംഘടനയുടെ ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് വിഭാഗങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കാര്യം ചർച്ച ചെയ്യും. ഒരു വാർഷിക പൊതുയോഗമാണെങ്കിൽ പോലും ഇത് ഈ ഒരു വിഷയത്തിൽ ഊന്നിയുള്ള പ്രധാനമായ ചർച്ചയാവും ഇവിടെ നടക്കാൻ പോകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് മുന്നോടിയായി തന്നെയുള്ള എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്നലെ ഉണ്ടായതും ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു 8 മണിക്ക് തുടങ്ങിയ എക്സിക്യൂട്ടീവ് യോഗം ഏകദേശം രാത്രി 11 മണിയോടെയാണ് അവസാനിച്ചത്. അതിനുശേഷം വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇവർ പലരും തയ്യാറായിട്ടില്ല. ഇവർ ഈ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ പറയാതെ തന്നെ ഈ നടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവർ പ്രതികരിച്ചതും ഇവർ പറഞ്ഞു നിൽക്കുന്നതും അവസാനവും അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ഉണ്ടായ പുതിയ സംഭവവികാസങ്ങൾ, ഇന്നലെ ഈ ദിലീപ് എന്ന് പറയുന്ന ദിലീപ് ഈ എക്സിക്യൂട്ടീവ് ട്രഷറർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നടിയും ഈ താരസംഘടനയിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നു. മാത്രമല്ല, തങ്ങളുടെ വനിതകൾക്കെതിരെയുള്ള ഈ നടിമാർ തങ്ങൾക്ക് വേണ്ടി ഈ അമ്മ എന്ന സംഘടന നിലകൊള്ളുന്നില്ല എന്നുള്ളൊരു അതൃപ്തി മൂലമാകാം ഒരുപക്ഷെ ഈ വനിതാ സംഘടന രൂപീകരിച്ചത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവർ വ്യക്തമായും അന്ന് പറഞ്ഞത് തങ്ങൾ വനിതകൾക്ക് വേണ്ടി സംസാരിക്കാനും വനിതകളുടെ അവകാശങ്ങൾക്ക് സംരക്ഷിക്കുന്നതിനും വേണ്ടി സംഘടന എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ താരസംഘടനയായ അമ്മ നിന്നും ഇവർക്ക് വേണ്ടത്ര നീതി ലഭിക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ കാര്യം സൂചിപ്പിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു സംഘടന ആവശ്യമുണ്ടായിരുന്നോ എന്ന് അമ്മയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായ പ്രകടനം ഒരു ഭിന്നസ്വരം ഇതിനകത്ത് ഉയരുമെന്നുള്ള കാര്യം സംശയമല്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാലും ഇപ്പോൾ യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യോഗത്തിലുള്ള കാര്യങ്ങൾ ഈ നടിയെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പരാമർശങ്ങളും ഈ സംഭവത്തിന് ശേഷമുണ്ടായ കാര്യങ്ങളും അതിനുശേഷം സിനിമാ ലോകത്ത് നിന്ന് ഉണ്ടായ ചില മോശം പരാമർശങ്ങളും അതിന് തുടർന്നുണ്ടായ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം ആയിരിക്കും ചർച്ചാ
വിഷയം. അതിൽ യാതൊരു സംശയമില്ല അജിംഷാദ്. തീർച്ചയായും സിബി ജോസഫാണ് വിവരങ്ങൾ നൽകി വരുന്നത്. അമ്മയുടെ നിർണായകമായ യോഗമാണ്, ജനറൽ ബോഡി യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. നടൻ ദിലീപുണ്ട്, ഒപ്പം വനിതാ കൂട്ടായ്മയുടെ പ്രതിനിധികളായ പലരും, സിനിമയിലെ വനിതാ കൂട്ടായ്മയുടെ പ്രതിനിധികളായ പലരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താകും യോഗം ചർച്ച ചെയ്യുക, ഏത് വിധത്തിലാകും തീരുമാനങ്ങൾ കൈക്കൊള്ളുക, നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപ് എന്തൊക്കെയാകും യോഗത്തിൽ അവതരിപ്പിക്കുക, ദിലീപിനെ ആരെങ്കിലും പ്രതിരോധിക്കുമോ, ഇത്തരം പല വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അതൊക്കെ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ചർച്ച ചെയ്ത് നീങ്ങാം. നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ സംഭവബഹുലമായ നിമിഷങ്ങൾക്ക് ശേഷം ഇന്നിൻ്റെ നിമിഷങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമ്മ എന്ന സംഘടനയുടെ, താരസംഘടനയുടെ യോഗം, ജനറൽ ബോഡി യോഗം ആരംഭിച്ചിരിക്കുന്നു കൊച്ചിയിൽ. ഇതേ സംബന്ധിച്ച് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏതു വിധത്തിലാകും അമ്മ ചർച്ച ചെയ്യുക എന്ന പുതിയ ദിശയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആരുടെ നിലപാടാണ്, ആർക്കൊപ്പമാണ്, ആരോപണങ്ങളിൽ ദിലീപിനെ കുടുക്കരുത്, ആരോപണങ്ങളുടെ പേരിൽ ദിലീപ് എന്ന നിരപരാധിയായ നടനെ പ്രതി ചേർക്കരുത് എന്നൊക്കെയുള്ള വാദം നടൻ സിദ്ദിഖ് അടക്കമുള്ളവർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ നടിയെ സംബന്ധിച്ച് ഈ അടുത്തിടെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശങ്ങളിൽ ചില അപമാനങ്ങളുണ്ട്. ആ അപമാനിക്കൽ ഒരിക്കലും ഒരു നടന്മാർക്ക് ചേർന്നതല്ല എന്ന രീതിയിലുള്ള വിമർശനം ഇന്നലെ തന്നെ ഇന്നും പലരുടെയും വാക്കുകളിൽ നിന്ന് ബോധ്യമായതാണ്. ഈ വിധത്തിലൊക്കെ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് എന്തായിരിക്കും അമ്മയുടെ ജനറൽ ബോഡിയിലെ ചർച്ച, ഏത് ദിശയാകും കൈക്കൊള്ളുക എന്നതാണ് ഒരുപക്ഷെ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും സിബി ജോസഫ് അവിടെയുണ്ട്. സിബി, അമ്മയുടെ യോഗത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, ഒരുപക്ഷെ അജണ്ടയിലില്ല ഈ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരായ സംഭവവികാസങ്ങൾ, താരങ്ങൾക്കെതിരായ സംഭവവികാസങ്ങൾ, അവർക്ക് പക്ഷം ചേരുന്ന ചില ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാകും ജനറൽ ബോഡിയിൽ അജണ്ടയ്ക്കപ്പുറത്തേക്ക് ഈ വിഷയം എത്തുക, ആരാകും ഇത് ഉന്നയിക്കുക? രമ്യ നമ്പീശനെ പോലെയുള്ള വനിതാ കൂട്ടായ്മയുടെ ആൾക്കാർ ഈ വിഷയം ഉന്നയിക്കുമെന്ന സൂചന നൽകിയ ഒരു ഘട്ടത്തിൽ കൂടി സിബി. തീർച്ചയായും അജിംഷാദ്, ഈ അമ്മ യോഗത്തിൽ അമ്മ ഭാരവാഹികൾ എങ്ങനെ ഈ പ്രതിസന്ധി നേരിടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം ഈ നടൻ ദിലീപിനെയും അതോടൊപ്പം തന്നെ ആക്രമിക്കപ്പെട്ട നടി രണ്ടുപേരെയും ഈ സംഘടനയ്ക്ക് തള്ളാനോ കൊള്ളാനോ പാടാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ നടിക്ക് എല്ലാവിധ പിന്തുണയും അമ്മ നൽകുകയും അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് എം പി, മുഖ്യമന്ത്രിയും അന്നത്തെ DGP എന്ന ലോക്നാഥ് ബെഹ്റയൊക്കെ എല്ലാം വിളിച്ചുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ഈ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണെന്ന് ഈ അമ്മ ഭാരവാഹികൾ ഇന്നസെന്റ് MP അടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ യോഗത്തിനുള്ളിൽ ഏത് രീതിക്ക് ഒരു നടപടി അല്ലെങ്കിൽ ഈ കേസുമായി ഈ ഒരു വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ ഇതിലെ ചില വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം എങ്ങനെ അമ്മ എടുക്കുമെന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം ഈ രണ്ടുപേരും ഇവിടെയും ദിലീപ് ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ്. മാത്രമല്ല, ദിലീപിനെതിരെ ഇപ്പോൾ ഒരു കുറ്റപത്രം തയ്യാറാക്കുകയില്ലേ, ദിലീപിനെ ഒരു പ്രതിയാക്കുക പോലീസ് ചെയ്തിട്ടില്ല. അതുവരെ ദിലീപ് നിരപരാധിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ദിലീപിനെതിരെ ഉണ്ടാകുന്ന ഈ മോശം പരാമർശങ്ങൾ ഒഴിച്ചാൽ മറ്റുള്ള കാര്യങ്ങളിൽ, സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയും? മാത്രമല്ല, ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം, പോലീസ് അന്വേഷിക്കുന്ന ഒരു വിഷയം, ഈ അന്വേഷണം തൃപ്തികരമായി പോകുന്നൊരു സാഹചര്യത്തിൽ ഈ അമ്മ എന്ന സംഘടനയ്ക്ക് മറ്റൊരു സമാന്തരമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്കുള്ള തീരുമാനമോ എടുക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. ഈ രണ്ടുപേരെയും നടിക്ക് പിന്തുണ നൽകുകയും അതോടൊപ്പം തന്നെ ദിലീപിനും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമവായം എന്ന നിലയിൽ മാത്രമേ അമ്മയ്ക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതോടൊപ്പം തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടത് രമ്യ നമ്പീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്തൊരു മറ്റൊരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു രൂക്ഷമായ രീതിയിലേക്ക് ഈ ചർച്ച വഴിവെക്കുമെന്ന് നമുക്ക് സൂചിപ്പിക്കുന്ന രീതിയിലാണ് രമ്യ നമ്പീശൻ പറഞ്ഞത്. വളരെ ശക്തമായി തന്നെ താൻ ആരോഗ്യപരമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ഇതിലൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ എന്ന് തന്നെ രമ്യ നമ്പീശൻ പറയുമ്പോൾ, ഈ വിമൻസ് സംഘടന പുതിയ ഒരു രമ്യ നമ്പീശൻ നമുക്കറിയാം നടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ നടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു തന്നെ രമ്യ നമ്പീശന്റെ വീട്ടിലാണ്. അതുകൊണ്ട് ഈ സംഭവത്തെ തുടർന്നുണ്ടായ നടിയുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും നേരിട്ട് കണ്ട ഒരാളാണ് രമ്യ നമ്പീശൻ. ആ വേദനയിൽ അല്ലെങ്കിൽ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാവാം രമ്യ നമ്പീശൻ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം താൻ വിശദമായി ചർച്ച ചെയ്തേ മതിയാകൂ, ആരോഗ്യമായി ചർച്ച ഇതിൽ ഉണ്ടാകുമെന്ന് രമ്യ നമ്പീശൻ പറഞ്ഞത്. അജണ്ടയിൽ ഇല്ലെങ്കിൽ പോലും താൻ ഈ വിഷയം ഉന്നയിക്കുമെന്ന് രമ്യ നമ്പീശൻ വ്യക്തമാക്കിയതും അതുകൊണ്ട് തന്നെയാവാം
ഇത്തരത്തിലുള്ള വിമൻസ് സംഘടന രൂപീകരിച്ച ശേഷമുള്ള ആദ്യ യോഗമായതുകൊണ്ട് തന്നെ ഇവരുടെ ശക്തി ഇവർ തെളിയിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ദിലീപ് എന്ന നടനെ ദിലീപ് തന്നെ പറയുകയുണ്ടായി, തന്നെ തകർക്കാൻ വേണ്ടി ചില ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് താൻ വെളിപ്പെടുത്തുന്നത് എനിക്കറിയില്ല. എങ്കിൽ പോലും തന്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, ആ സിനിമ തകർക്കാൻ ശ്രമിക്കുന്നു, തന്നെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ദിലീപും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദിലീപും ഈ കാര്യം ഉന്നയിക്കും. തനിക്കെതിരെ ചില അഭിപ്രായ സ്വരങ്ങൾ ഉയരുമ്പോൾ ദിലീപിനെ അനുകൂലിക്കുന്നവരും അല്ലെങ്കിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരും ഈ കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറയും. മാത്രമല്ല ദിലീപ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷവും പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ടെന്നും തനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധമില്ലെന്ന് പറയുകയുണ്ടായി. ദിലീപിനെ അനുകൂലിക്കുന്നവരും സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ദിലീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ദിലീപിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു സാഹചര്യം കൂടി മുന്നോട്ട് പോകുമ്പോൾ അമ്മയെ സംബന്ധിച്ച് വ്യക്തമായ തെളിവില്ല. പോലീസ് അന്വേഷണം ഊർജ്ജമായി പോകുന്നു. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പ്രതികൾ അകത്തായിരിക്കുന്നു. മാത്രമല്ല നടി ഈ കാര്യം ആരുടെ പേര് പുറത്തു പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നടി പറഞ്ഞ ഒരു കുറിപ്പിൽ ഈ ഒരു കാര്യമുണ്ട്. കാരണം ഈ പരാമർശിക്കപ്പെട്ട പേരുകൾ ആണെന്നോ അല്ലെന്നോ താൻ പറയുന്നില്ല എന്ന് നടി പറയുകയുണ്ടായി. ഇതിൽ തന്നെ താൻ ദിലീപ് ഉൾപ്പെടെയുള്ള പേരുകൾ പറയുകയല്ല, എന്നാൽ പറയാതിരിക്കുകയോ ചെയ്യാത്തൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എവിടെയോ എന്തൊക്കെയോ ഉണ്ട് എന്ന രീതിയിലാണ് നടിയും പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ നടിയും എന്നാൽ ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടി അമ്മയെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം തന്നെ ഒരു പ്രശ്നം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ചർച്ചകൾക്ക് അനുസൃതമായ ഒരു തീരുമാനം, ഒരു സമവായം ഉണ്ടാക്കാൻ മാത്രമേ ഇതിൽ അമ്മയ്ക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യമായ വസ്തുത. ഇത് തന്നെയാകും എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണിക്ക് മാധ്യമങ്ങളെ ഈ മീറ്റിംഗിന് ശേഷം കാണും. ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലെ തീരുമാനങ്ങളും ഇപ്പോഴത്തെ ഉണ്ടായ യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇവർ അറിയിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ഇതുവരെ സിനിമാലോകം എത്തിപ്പെടാത്ത, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഒരു സെലിബ്രിറ്റിയെ 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്ന ഒരു നടി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുന്ന അത് തന്നെയാണ് സിബി പുറത്തെത്തുന്നത്. വീണ്ടും നാദിർ ഷായെയും ദിലീപിനെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ വശങ്ങളാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളായി പുറത്തെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, ഒരുപക്ഷെ 13 മണിക്കൂറിലെ തന്നെ 6 മണിക്കൂർ മാത്രമാണ് തന്നെ ചോദ്യം ചെയ്തതെന്ന് ദിലീപ് ഒരുപക്ഷെ പുറത്ത് പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വിശദമായ എല്ലാ കാര്യങ്ങളും താൻ പറഞ്ഞു, തനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഇനിയും പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ദിലീപ് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നാദിർ ഷായിൽ നിന്നും ദിലീപിൽ നിന്നും ഇനി എന്തൊക്കെയാകും മൊഴിയെടുക്കാനുണ്ടാവുക? ദിലീപിന്റെ പരാതിയിൽ മാത്രമല്ല മൊഴിയെടുത്തത്, അതുമായി ബന്ധപ്പെട്ട് പൾസർ സുനി സൂചിപ്പിച്ച പല സൂചനകളും പൂർവ്വകാലങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ ഈ കേസിന്റെ ഗൂഢാലോചനയിലേക്ക് പങ്കായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ദിലീപിനെയും നാദിർ ഷായെയും ചോദ്യം ചെയ്യും എന്ന വിവരം പുറത്തെത്തുമ്പോൾ അമ്മയുടെ ഈ യോഗത്തിൽ നിർണായകമായ ചലനങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. സിബി, തീർച്ചയായും അജിംഷാദ്, ഇന്നലെ 13 മണിക്കൂറും നീണ്ട ചോദ്യം ചെയ്യൽ. ഇന്നലെ ദിലീപ് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എത്തേണ്ടായിരുന്നു, എന്നാൽ എത്തിയില്ല. 13 മണിക്കൂർ കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേവലം ദിലീപ് നൽകിയ ഒരു പരാതിയിൽ മേലുള്ള മൊഴിയെടുപ്പ് മാത്രമല്ല എന്ന് നമുക്ക് വ്യക്തമായിരുന്നു. മറിച്ച് ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ്. അതൊരു മാരത്തൺ ചോദ്യം ചെയ്യലായി തുടരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 17-ാം തീയതി രാത്രി ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. കാരണം ദിലീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദിലീപ് ഇത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് നാദിർ ഷായുടെ ഫോണിലേക്ക് 1.5 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ പേര് വലിച്ചൊഴിച്ചാൽ 1.5 കോടി രൂപ തരാമെന്ന് വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നാദിർ ഷാ ഒരു പരാതി, ഒരു ഫോൺ സംഭാഷണം ഉൾപ്പെടെ പോലീസ് നൽകുകയും ഈ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ഈ ഫോൺ വിളിച്ചത് കാക്കാട് ജയിലിൽ നിന്നാണെന്നും ജയിലിൽ വിളിച്ച പൾസർ സുനിയാണ് വിളിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഈ പൾസർ സുനിക്ക് ഈ ഫോൺ എത്തിച്ചു കൊടുത്തത് സഹതടവുകാരാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഫോൺ സംഭാഷണം സംബന്ധിച്ചെല്ലാം വ്യക്തപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഫോൺ സംഭാഷണത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തപ്പെടുത്തിയത് പിന്നാലെ ഈ കത്ത് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ അയച്ചു എന്ന് പറയുന്ന കത്തിൽ നിരവധി കാര്യങ്ങളാണ് പറയുന്നത്. പൾസർ സുനി പ്രധാനമായും ദിലീപുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട്, ദിലീപേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് ആ കത്ത് തുറന്നത് തന്നെ. കത്തിൽ തന്നെ വ്യക്തമായി പറയുന്നത് ഈ കത്ത് കിട്ടിയ ഉടനെ തന്നെ തനിക്ക് മറുപടി നൽകണം, അത് തനിക്ക് നാദിർ ഷായെ വിശ്വസിക്കാമോ, കൂടാതെ തനിക്ക് നൽകാമെന്ന് പറഞ്ഞ പണം തന്നെ താനും തന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, തന്റെ കൂടെയുള്ള 5 പേരെ തനിക്ക് സേഫ് ആക്കിയേ പറ്റൂ,
അത് മാത്രമല്ല ഈ പണം 5 മാസം തന്നാൽ മതി, നിങ്ങൾ ഇനിയും ഞാൻ വിശ്വസിക്കുകയാണ്, ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും താൻ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കത്ത് വരുമ്പോൾ, മാത്രമല്ല കാക്കനാട് ഒരു ഷോപ്പിലേക്ക് താൻ ഒളിവിൽ കഴിയുമ്പോൾ വന്നിരുന്നു എന്ന കാര്യം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ പറയുമ്പോൾ ഈ കത്ത് ബോധപൂർവം എഴുതിയാണോ അല്ലെങ്കിൽ ഈ കത്തിൽ ആധികാരികതയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ വേറെ ചില പരാമർശവും വന്നിരുന്നു. ഈ ഭൂമി പ്രശ്നവുമായി അല്ലെങ്കിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടിക്ക് കൃത്യമായി ചില നിർണായകമായ കാര്യങ്ങൾ അറിയാമായിരുന്നു. അതിനുള്ള പ്രതികാര നടപടിയായിരുന്നു ദിലീപ് ചെയ്തെന്ന രീതിയിലുള്ള വേറെ ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ചോദ്യം ചെയ്യലാകാം ഇന്നലെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഇന്നലെ പോലീസ് പറയുകയുണ്ടായി. റൂറൽ എസ് പി ബി ജോർജ് ഇന്നലെ പറഞ്ഞത് ദിലീപിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല, ഇനിയും വേണ്ടി വന്നാൽ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ്. അത് തന്നെയാണ് നമുക്കിപ്പോൾ വാർത്ത പുറത്തു വരുന്നത്, വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പുറത്തു വരുമ്പോൾ തന്നെ അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ വനിതാ സംഘടനയെ ശക്തമായി പ്രതിരോധിക്കാൻ അവർക്കൊരു വാക്കുകൂടി കിട്ടുന്നു. ദിലീപ് കേവലം ഒരു അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ ഒരു നിരപരാധിയാണെങ്കിൽ എന്തിനെത്ര 13 മണിക്കൂർ ചോദ്യം ചെയ്യണം എന്നൊരു ചോദ്യം ഇവരെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര ഒരു പ്രതിയല്ലാത്ത അല്ലെങ്കിൽ ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളെ എന്തിന് 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു? കേവലം 1-2 മണിക്കൂർ കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ട ഒരു മൊഴിയെടുപ്പ് എങ്ങനെ 13 മണിക്കൂർ അർദ്ധരാത്രി വരെ നീണ്ടു നിന്നു എന്നുള്ള ചോദ്യം ഇവർ ചോദിക്കും. ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അമ്മ എന്ന സംഘടന അല്ലെങ്കിൽ ഭാരവാഹികൾ എങ്ങനെ പറയുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരായ ഒരു വലിയ പടനീക്കം നടത്തുമ്പോൾ അതിന് പ്രതിരോധിക്കാൻ മറ്റുള്ളവർ ഇവരും രംഗത്ത് വരും. കാരണം ഇതുവരെ ദിലീപിനെതിരായ തെളിവില്ല, ദിലീപിന്റെ പേര് വലിച്ചിരിക്കപ്പെട്ട് പോലീസ് പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലൊരു ദിലീപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ചോദ്യം ചെയ്തതെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്യും. മാത്രമല്ല ദിലീപിനെതിരെ വ്യക്തമായ തെളിവില്ലാത്ത സാഹചര്യത്തിൽ എന്തിന് ഇങ്ങനെ ഒരു നടനെ ക്രൂശിക്കുന്നു എന്ന് അവർ ചോദിക്കും. ഇങ്ങനെ 2 വാദപ്രതിവാദങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അജിം ഷാദ്, തീർച്ചയായും വാദപ്രതിവാദങ്ങളിൽ ആർക്കൊപ്പമാണ് അമ്മ നിൽക്കുക, എന്തൊക്കെയാകും സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരുടെ സംഘടന എടുക്കുന്ന നിലപാട്, ഇതിൽ വിയോജിപ്പുകളുണ്ടോ വനിതാ സിനിമാ കൂട്ടായ്മയ്ക്ക്, ഇത്യാദി കാര്യങ്ങളാണ് ഒരു പക്ഷേ എത്തുന്നത്. കേസിന്റെ മറട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി നമുക്ക് കൈകാര്യം ചെയ്യാം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏതു വിധത്തിലാകും സിനിമാ പ്രവർത്തകരുടെ ചർച്ച പുരോഗമിക്കുക എന്ന ഒരു വശം. 2, കേസിന്റെ പുരോഗതികൾ എവിടം വരെയായി? ഇന്നലത്തെ 13 മണിക്കൂറിലുള്ള മൊഴിയെടുപ്പിന് ശേഷം ദിലീപിൻ്റെയും നാദിർ ഷായുടെയും മൊഴിയെടുക്കലിന് ശേഷം സംഭവിച്ച സംഭവ വികാസങ്ങൾ, അന്വേഷണ സംഘത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യമായത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിച്ചത്, അന്വേഷണം എന്നതിനപ്പുറത്തേക്ക്, സംഭവം എന്നതിനപ്പുറത്തേക്ക് ഈ സംഭവത്തിലേക്ക് നയിക്കപ്പെട്ട ഗൂഢാലോചന, കൊട്ടേഷൻ ഉണ്ടോ, പ്രതികളായി ജയിലിൽ കഴിയുന്നവർ നടത്തിയ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അല്ലെങ്കിൽ പ്രതികൾ നടത്തിയ ആരോപണങ്ങൾ പുറത്തുള്ള ഏതെങ്കിലും പ്രമുഖ നടന്മാരുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, ഇത്യാദി ഗൂഢാലോചനയുടെ വശങ്ങൾ വർദ്ധിക്കുന്ന ഘട്ടത്തിലാണ്. ആ ഗൂഢാലോചനയെ ഏത് വിധത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെടുത്തി അന്വേഷണത്തെ പുരോഗമിക്കുന്നത്? അതിൻ്റെ ഭാഗമായി വീണ്ടും നാദിർ ഷായെയും ദിലീപിനെയും ചോദ്യം ചെയ്യുമോ? ഇതിലൊക്കെ താരസംഘടനയുടെ നിലപാടെന്താണ്? ദിലീപിനെ അനാവശ്യമായി കൊടുക്കുന്നതിലേക്കുള്ള പരിഭവമാണോ, അതോ നടി ആക്രമിക്കപ്പെട്ടതിൽ യഥാർത്ഥ പ്രതികൾ കണ്ടെത്തണം എന്നതാണോ? ആ പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ സത്യം പുറത്തെത്തണം എന്നതാണോ? പുറത്തെത്തുന്ന സത്യങ്ങളിൽ പ്രമുഖ നടന്മാർ ഇല്ല എന്ന് താരസംഘടനയ്ക്ക് ബോധ്യമുണ്ടോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാരണങ്ങളാണ് താരസംഘടനയുടെ നിലപാടുകളായി ഉരുത്തിരിയുന്നത്? ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സിബി, യോഗത്തെ സംബന്ധിച്ച് ഏതെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാനുണ്ടോ ഇപ്പോൾ? അജിംഷാദ്, യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കിപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല ഈ ഒരു സാഹചര്യം. എങ്കിൽ പോലും ഈ യോഗത്തിനുള്ളിൽ നടക്കുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു അജണ്ട, നീണ്ട ഒരു 23ാമത് ഒരു വാർഷിക പൊതുയോഗമാണെങ്കിൽ പോലും ഈ വാർഷിക പൊതുയോഗത്തിൽ മറ്റുള്ള അജണ്ടകളുണ്ടെങ്കിൽ പോലും ഈ അജണ്ടയ്ക്ക് പുറത്ത് ഈ ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ വിഷയം ഉന്നയിച്ചതിന് അപ്പുറത്തേക്ക് മറ്റൊരു
കാര്യങ്ങൾ ഉൾപ്പെടുന്ന കാര്യം സംശയമാണ്. കാരണം ഇത് എത്ര ഈ ചർച്ച ചെയ്യുമ്പോൾ ഈ താരസംഘടനകളുടെ അംഗങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും. ഇതിനകത്ത് വനിതകൾ ചർച്ച ചെയ്യും, താരങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഈ അമ്മയ്ക്കുള്ളിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഇവ ചർച്ച ചെയ്യണമെന്ന് കരുതിക്കൂട്ടി തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. രാവിലെ നൽകിയ പ്രതികരണങ്ങളും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു അജണ്ടയ്ക്ക് പുറത്തുള്ള ഈ ചർച്ച തന്നെയാകും പ്രധാന ചർച്ചാ വിഷയമെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാലും വൈകിട്ട് 3 മണിക്ക് ശേഷം ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദിലീപിനെ എന്തുകൊണ്ട് ഒരു നിരപരാധി പോലെ ക്രൂശിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിചാരണ ചെയ്യുന്നു എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തമായ തെളിവില്ലാതെ ഒരു കേസെടുക്കുക. യോഗം എപ്പോഴാകും തീരുക? യോഗത്തിന്റെ ദൈർഘ്യം സംബന്ധിച്ച് സാധാരണ നടപടിക്രമങ്ങൾ, ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നീളാം? ഈ യോഗം അജിംഷാദ് വൈകിട്ട് 3 മണിക്ക് മാധ്യമങ്ങൾ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 3 മണിയോടെ യോഗം അവസാനിപ്പിക്കാമെന്നായിരിക്കും ഇവർ കരുതി. എന്നാൽ ഒരുപക്ഷെ ഈ യോഗം എപ്പോൾ തീരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ തന്നെ എക്സിക്യൂട്ടീവ് യോഗം വൈകിട്ട് 6 മണിക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ 7 പിന്നീട് അത് 7 മണിയാക്കി, പിന്നീട് അത് 8 മണിയാക്കി. ആ യോഗം പിന്നീട് 3 മണിക്കൂർ 11 മണി വരെ നീണ്ടു. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് യോഗം 17 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ 10 പേർ മാത്രമാണ് പങ്കെടുത്തത്. ഈ 10 പേർ മാത്രം പങ്കെടുത്ത എക്സിക്യൂട്ടീവ് യോഗം പോലും 3 മണിക്കൂറോളം നീണ്ട സാഹചര്യത്തിൽ ഈ താരസംഘടനയിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്ന യോഗം ഇന്ന് 3 മണിയോടെ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ താരങ്ങൾക്കും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകും. കാരണം ഇന്നലെ തന്നെ ഇന്നസെന്റ് MP വ്യക്തമാക്കിയിരുന്നു, എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ആരുടെയും വായ മൂടി കിട്ടില്ല, എല്ലാവർക്കും പറയാം, ആർക്കും പരസ്യമായി പ്രതികരിക്കേണ്ട എന്ന് തങ്ങൾ ആർക്കും ശാസനം നൽകിയിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാം എന്ന് ഇന്നസെന്റ് MP വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു തുറന്ന ചർച്ച എല്ലാ അംഗങ്ങളും ഉന്നയിക്കും. അങ്ങനെയാണെങ്കിൽ ഈ യോഗം എത്ര സമയം വരെ നീണ്ടുപോകാം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അത് ഇനി നിയതമായ ഒരു സമയം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. എന്തായാലും ഇത് നീണ്ടുപോകും. ചിലപ്പോൾ അത് വൈകിട്ട് വരെ നീളാൻ, അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞും നീളാൻ തന്നെ സാധ്യതയുണ്ട് അജിംഷാദ്. തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെയാണ്. പക്ഷെ ജനറൽ ബോഡി യോഗത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒട്ടനവധി നടന്മാരുണ്ട്, ഒട്ടനവധി പേരുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്ന ചർച്ചയുടെ രഹസ്യ സ്വഭാവത്തിന് ചില ലൂപ്പ് ഹോളുകൾ കൂടിയുണ്ട് എന്ന് സ്വാഭാവികമായും കരുതേണ്ടിയും വരും. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ചർച്ചയുടെ അതാത് വിശദാംശങ്ങൾ പുറത്തെത്താനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, താരസംഘടനകൾ ഏത് വിധത്തിലാണ് ചർച്ച ചെയ്യുക, ആർക്കൊപ്പമാണ് താരസംഘടനകൾ നിൽക്കുക, നിരപരാധിയായ ദിലീപിനെ കൊടുക്കാൻ ചില കോണുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലേക്ക് ദിലീപിനെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ, എന്നാൽ നടിക്കെതിരെ, ആക്രമണത്തിനെതിരെ നടിക്കെതിരെ നടന്മാരായ ചിലർ നടത്തിയ പരാമർശങ്ങൾ എന്തുമാത്രം ആഘാതമുണ്ട്, എന്തുമാത്രം വലുതാണ്, എത്ര ഭീകരമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഇതാകുമോ താരം സംഘടന ചർച്ച ചെയ്യുക? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്.